ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് വില്യം ബ്ലേക്കിന്റെ മനോഹരമായ ലാഫിംഗ് സോങ് എന്ന കവിതയെക്കുറിച്ച് പഠിക്കാം. ഈ കവിത പ്രകൃതിയുടെയും മനുഷ്യരുടെയും സന്തോഷകരമായൊരു രംഗം വരച്ചുകാട്ടുന്നു. കവിതയിൽ സന്തോഷം നിറഞ്ഞ ചിരി പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളിലും നിറഞ്ഞു നിൽക്കുന്നതായി കവി പറയുന്നു. പച്ചപ്പുള്ള കാടുകൾ, കുളക്കടവിലെ അരുവി, വായു, പച്ചമല, പുൽമേടുകൾ, പുൽച്ചാടി എന്നിവയെല്ലാം സന്തോഷത്താൽ ചിരിക്കുന്നു. ഇവിടെ മേരിയും സൂസനും എമിലിയും തങ്ങളുടെ ചുണ്ടുകൾ തുറന്ന് ഹാ ഹാ ഹി എന്ന് പാടുന്നു. വർണ്ണപ്പകിട്ടാർന്ന പക്ഷികൾ ഇലകളുടെ തണലിലിരുന്ന് ചിരിക്കുന്നു. അവിടെയാണ് ചെറിപ്പഴങ്ങളും അണ്ടിപ്പരിപ്പുകളും നിരത്തിയ നമ്മുടെ വിരുന്നുമേശ വെച്ചിരിക്കുന്നത്. എല്ലാവരും വന്ന സന്തോഷത്തോടെ ഈ ഹാ ഹാ ഹി എന്ന മധുരമായ ഗാനത്തിൽ പങ്കുചേരാൻ കവി ക്ഷണിക്കുന്നു. പ്രകൃതിയും മനുഷ്യരും പരസ്പരം സന്തോഷം പങ്കുവയ്ക്കുന്ന ഒരു ചിത്രമാണ് ഈ കവിത. ഇനി ലാഫിംഗ് സോങ് എന്ന കവിതയുടെ വരികൾ മലയാളത്തിൽ മനസ്സിലാക്കാം. വെൻ ദ ഗ്രീൻ വുഡ്സ് ലാഫ് വിത്ത് എ വോയിസ് ഓഫ് ജോയ്. പച്ചക്കാടുകൾ സന്തോഷത്തിന്റെ സ്വരത്തിൽ ചിരിക്കുമ്പോൾ. ആൻഡ് ദ ഡിംപ്ലിംഗ് സ്ട്രീം റൺസ് ലാഫിംഗ് ബൈ. കവിളിൽ നുണക്കുഴി വീണൊഴുകും അരുവി ചിരിച്ചുകൊണ്ട് ഒഴുകുമ്പോൾ. വെൻ ദ എയർ ഡസ് ലാഫ് വിത്ത് അവർ മെറി വിറ്റ്. നമ്മുടെ സന്തോഷമുള്ള തമാശയിൽ വായു ചിരിക്കുമ്പോൾ. ആൻഡ് ദ ഗ്രീൻ ഹിൽ ലാഫ്സ് വിത്ത് ദ നോയ്സ് ഓഫ് ഇറ്റ്. അതിന്റെ ശബ്ദത്തിൽ പച്ചമല ചിരിക്കുമ്പോൾ. വെൻ ദ മെഡോസ് ലാഫ് വിത്ത് ലൈവ്ലി ഗ്രീൻ. പുൽമേടുകൾ ഓജസ്സുള്ള പച്ചപ്പിൽ ചിരിക്കുമ്പോൾ. ആൻഡ് ദ ഗ്രാസ് ഹോപ്പർ ലാഫ്സ് ഇൻ ദ മെറി സീൻ. ആഹ്ലാദകരമായ ആ രംഗത്ത് പുൽച്ചാടി ചിരിക്കുമ്പോൾ. വെൻ മേരി ആൻഡ് സൂസൻ ആൻഡ് എമിലി. മേരിയും സൂസനും എമിലിയും തങ്ങളുടെ മധുരമുള്ള വട്ടച്ചുണ്ടുകൾ കൊണ്ട് ഹാ ഹാ ഹി എന്ന് പാടുമ്പോൾ. വെൻ ദ പെയിന്റഡ് ബേർഡ്സ് ലാഫ് ഇൻ ദ ഷെയ്ഡ്. വർണ്ണപ്പകിട്ടുള്ള പക്ഷികൾ തണലിൽ ചിരിക്കുമ്പോൾ. വേർ അവർ ടേബിൾ വിത്ത് ചെറീസ് ആൻഡ് നട്ട്സ് ഈ സ്പ്രെഡ്. നമ്മുടെ മേശയിൽ ചെറിപ്പഴങ്ങളും അണ്ടിപ്പരിപ്പുകളും നിരത്തിവെച്ചിരിക്കുമ്പോൾ. കം ലിവ് ആൻഡ് ബി മെറി ആൻഡ് ജോയിൻ വിത്ത് മീ. വരൂ, സന്തോഷത്തോടെ ജീവിക്കൂ, എന്നോടൊപ്പം ചേരൂ. ടു സിംഗ് ദ സ്വീറ്റ് കോറസ് ഓഫ് ഹാ ഹാ ഹി. ഹാ ഹാ ഹി എന്ന മധുരമായ ആ ഗാനം ആലപിക്കാൻ. ഈ മനോഹരമായ കവിത എഴുതിയത് വില്യം ബ്ലേക്കാണ്. വില്യം ബ്ലേക്ക് ഒരു ഇംഗ്ലീഷ് കവിയും ചിത്രകാരനും കൊത്തുപണിക്കാരനുമായിരുന്നു. അദ്ദേഹം റൊമാന്റിക് യുഗത്തിലെ പ്രമുഖരിലൊരാളാണ്. എയിൻസെൻസ് ഓഫ് ഇന്നോസെൻസ് ആൻഡ് എക്സ്പീരിയൻസ്. അദ്ദേഹത്തിന്റെ കവിതകളിലെ പ്രധാന ആശയം നിഷ്കളങ്കതയും അനുഭവജ്ഞാനവും തമ്മിലുള്ള സന്തുലനാവസ്ഥ കൊണ്ടുവരുക എന്നതാണ്. സോങ്സ് ഓഫ് ഇന്നോസെൻസ് ആൻഡ് ഓഫ് എക്സ്പീരിയൻസ്, ദ മാരേജ് ഓഫ് ഹെവൻ ആൻഡ് ഹെൽ, മിൽട്ടൺ എന്നിവ ബ്ലേക്കിന്റെ പ്രധാന കൃതികളിൽ ചിലതാണ്. നൽകിയിരിക്കുന്ന കവിത പ്രകൃതിയിലെ എല്ലാ വസ്തുക്കൾക്കും മനുഷ്യന്റെ സവിശേഷതകൾ, ഇവിടെ ചിരി എന്നിവ നൽകുന്ന സാരോപമ്യം അഥവാ വ്യക്തിത്വം ആരോപിക്കൽ എന്ന അലങ്കാരത്തിന് ഒരു ഉത്തമ ഉദാഹരണമാണ്. ഇവിടെ കാടുകൾ, അരുവി, പുൽമേടുകൾ എന്നിവയെല്ലാം ചിരിക്കുന്നതായി കവി പറയുന്നു. ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ക്ലാസുമായി വീണ്ടും കാണാം. ബൈ.